Now let's see the various steps in role playing. The first step is selecting a problem for role playing. So role play നടത്താനായിട്ടുള്ള ഒരു തീം ഡെവലപ്പ് ചെയ്യാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ നമ്മൾ ചെയ്യുക, the group leader recognizes a problem and suggests it to the group. So ഗ്രൂപ്പ് ലീഡർ ആയിട്ടുള്ള വ്യക്തി സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലം സെലക്ട് ചെയ്ത് അത് ഗ്രൂപ്പിനോട് സജസ്റ്റ് ചെയ്യും. The group can list down the problems on the blackboard and decide which problem they want to work out. So ഈ ഗ്രൂപ്പ് ലീഡർ സജസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിൽ നിന്നും ഏതാണ് ഏറ്റവും ഉചിതമായത് അല്ലെങ്കിൽ താങ്കൾ ഏത് പ്രോബ്ലമാണ് സെലക്ട് ചെയ്യുന്നത് എന്ന് ഗ്രൂപ്പ് ഡിസൈഡ് ചെയ്യും. So that is the first step, selecting a problem for role playing. Now coming to the second step, which is setting up the role playing scene. So here we make clear arrangement of the chief objectives and it is done by the group leader. So നമ്മൾ തീം സെലക്ട് ചെയ്ത് ഈ തീം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു റോൾ പ്ലേ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് നമ്മളുടെ ഗ്രൂപ്പ് ലീഡർ സെറ്റ് ചെയ്യും. Then the group leader along with the members decide the role play scene. ആ സീനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ് എന്ന് ഗ്രൂപ്പ് ലീഡറും അതുപോലെ തന്നെ ഗ്രൂപ്പ് മെമ്പേഴ്സും കൂടി ഡിസൈഡ് ചെയ്യും. ഇവിടെ അവർ ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്: who are the characters to be involved, the attitude and personality of the character, setting of the story, the point on which the story begins. സോ ഈ സീനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, ഓരോ ക്യാരക്ടറിൻ്റെ റോൾ എന്താണ്, ആറ്റിറ്റ്യൂഡ് ആൻഡ് പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കും, സ്റ്റോറിയുടെ ഓവറോൾ ലേ ഔട്ട്, ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു റോൾ പ്ലേ എങ്ങനെയാണ് തുടങ്ങേണ്ടത്, ഇത്രയും കാര്യങ്ങൾ ഗ്രൂപ്പ് ലീഡറും അതുപോലെ തന്നെ ഗ്രൂപ്പ് മെമ്പേഴ്സും കൂടി ഡിസൈഡ് ചെയ്യും. So the first step was selecting a problem for role playing. The second step is setting up the role playing scene. Coming to the third step, which is getting underway in role playing. So here the role players, they go out of the room and are given a few minutes to warm up. So നമ്മൾ പറഞ്ഞു ഓരോ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്നും ആ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്നത് ആരൊക്കെയാണെന്നും തീരുമാനിക്കും അല്ലേ. അതിനുശേഷം ഇവർക്ക് സ്വയം പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ടൈമാണ് കൊടുക്കുക. അപ്പോൾ റോൾ പ്ലേയേഴ്സ് ആ ഒരു റൂമിൽ നിന്നും വെളിയിൽ പോയി ഈ ഒരു സീനിൽ ഞാൻ എങ്ങനെയാണ് അഭിനയിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഞാൻ എന്തൊക്കെയാണ് പറയാൻ പോകുന്നത് എന്ന് ഡിസൈഡ് ചെയ്യും. ഇതിന് പറയുന്നതാണ് ദേ ആർ ഗിവൻ എ ഫ്യൂ മിനിറ്റ്സ് ടു വാം അപ്പ്. ദെൻ the role players should attempt to express the attitudes with which the group has designed to various characters. So role players വെളിയിൽ പോയിട്ട് ഒന്ന് ചിന്തിച്ച് ഞാൻ എന്തൊക്കെയാണ് പെരുമാറാൻ പോകുന്നത് എന്ന് ചിന്തിച്ചതിന് ശേഷം അവർ ആ ഒരു ക്യാരക്ടറിലേക്ക് മാക്സിമം ഇൻവോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ആൻഡ് ദേ ഹാവ് ടു എക്സ്പ്രസ് ദ ആറ്റിറ്റ്യൂഡ്സ് വിച്ച് ആർ ഡിസൈഡഡ് ബൈ ദ ഗ്രൂപ്പ് ഫോർ ദാറ്റ് പർട്ടിക്കുലർ ക്യാരക്ടർ. The story grows out of natural reactions of the characters enacted in the role play. So സ്റ്റോറിയുടെ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കിയാൽ പോലും ആ ഒരു സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യുന്ന സമയത്ത് എന്താ അവർ തമ്മിലുള്ള ആ ഒരു ഇൻട്രാക്ഷൻ വെച്ചിട്ടായിരിക്കും ആ ഒരു സ്റ്റോറി ഗ്രോ അപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു നാച്ചുറൽ ഇൻട്രാക്ഷൻ വഴിയായിരിക്കും. The next is the part the group plays. നമ്മളുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എങ്ങനെയാണ് പ്ലേ ചെയ്യുന്നത് എന്നാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ദ പാർട്ട് ദ ഗ്രൂപ്പ് പ്ലേസ്. ദ മെമ്പേഴ്സ് നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ദ ആക്ച്വൽ റോൾ പ്ലേ, ദേ ആക്ട് ആസ് ദ ഒബ്സർവേഴ്സ്. ദേ മേ ബി അസൈൻഡ് ടു വാച്ച് എ പർട്ടിക്കുലർ റോൾ പ്ലെയർ or to look for important clues which come out of role playing. So ക്ലാസ്സിൽ റോൾ പ്ലേ നടക്കുമ്പോൾ ബാക്കിയുള്ള ഒബ്സർവേഴ്സിൻ്റെ റോളിനെ കുറിച്ചാണ് ഈ സ്റ്റെപ്പിൽ പറയുന്നത്. റോൾ പ്ലേയിൽ ഇൻവോൾവ് ആയിട്ടില്ലാത്ത ആൾക്കാരാണ് ഒബ്സർവേഴ്സ്. ചിലപ്പോൾ ഒബ്സർവേഴ്സിനോട് നീ ഇന്ന ക്യാരക്ടറിനെയാണ് ഒബ്സർവ് ചെയ്യേണ്ടത് എന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോൾ ടീച്ചർ പറയുക ഈ ഒരു റോൾ പ്ലേയിൽ ഇവോൾവ് ആവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലൂസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ആയിരിക്കാം. ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് കട്ടിംഗ് ദ റോൾ പ്ലേ. കട്ടിംഗ് ദ റോൾ പ്ലേ എന്ന് പറയുമ്പോൾ ഒരു റോൾ പ്ലേ നടന്ന് അത് പ്രോഗ്രസ് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റോറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലൂസ് ഇവോൾവ് ആയി ഇത് ചർച്ചയ്ക്ക് പ്രാപ്തമായ കാര്യങ്ങളെ കൊണ്ടുവരുത്തി എന്ന് ടീച്ചറിന് തോന്നുന്ന സമയത്ത് ഷീ ക്യാൻ
ask the group to stop the role play and further discussion can be made. So ഈ ഒരു പ്രോസസ്സിനെയാണ് കട്ടിംഗ് ദ റോൾ പ്ലേ എന്ന് പറയുക. ദ ലീഡർ മേ കട്ട് ദ പ്ലേ അറ്റ് എ പോയിന്റ് വെയർ ഇനഫ് ആക്ഷൻ ഹാസ് ഓൾറെഡി ഒക്കേർഡ് ടു പ്രൊവൈഡ് എ ബേസിസ് ഫോർ ഡിസ്കഷൻ. സോ പ്രോപ്പർ ആയിട്ടുള്ള ക്ലൂസ് ഇവോൾവ് ആയി എന്ന് ഉറപ്പി വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോൾ പ്ലേ നമുക്ക് സ്റ്റോപ്പ് ചെയ്ത് ഡിസ്കഷൻ തുടങ്ങാനായിട്ട് പറ്റും. സോ ദാറ്റ് ഈസ് കട്ടിംഗ് ദ റോൾ പ്ലേയിങ്. The next step is after cutting the role play. So get immediate reaction of the role players, how they felt in their roles and how they responded to other responses in the scene. So നമ്മൾ റോൾ പ്ലേ കട്ട് ചെയ്ത ശേഷം അല്ലെങ്കിൽ അത് നിർത്തിയ ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്നത് റോൾ പ്ലേയേഴ്സിൻ്റെ സൈഡിൽ നിന്നുള്ള ഫീഡ്ബാക്ക് എടുക്കുകയാണ്. അവർ ഈ റോള് ഇനാക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഉണ്ടായിരുന്ന ഫീലിങ്സ് എന്തൊക്കെയാണ്, ബാക്കിയുള്ളവർ ആ റോൾ പ്ലേയിൽ ഇൻവോൾവ് ആയിട്ടുള്ള ബാക്കിയുള്ളവരുടെ റെസ്പോൺസ് വരുമ്പോൾ അവർക്ക് എങ്ങനെയാണ് തോന്നിയത്, അവർ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്തത് എന്നൊക്കെ റോൾ പ്ലേയേഴ്സിനോട് ചോദിക്കുന്നതാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് വി ഹാവ് ടു ഡു ആഫ്റ്റർ കട്ടിംഗ് ദ റോൾ പ്ലേ. The next step is the audience observers. So here the comments from the observers serves as the heart of role playing as a discussion technique. A detailed discussion is done on the good points, the omissions and the effectiveness of handling the roles. So ഈ റോൾ പ്ലേയുടെ എസെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്സർവേഴ്സ് ശ്രദ്ധിച്ചിട്ടുള്ള ആ ഒരു കുറച്ച് കാര്യങ്ങളായിരിക്കും. ഇതായിരിക്കും ആ ഒരു ഡിസ്കഷൻ്റെ പ്രോപ്പർ കണ്ടന്റ് അല്ലെങ്കിൽ ബേസിസ് എന്ന് പറയുന്നത്. ഇവിടെ അവർ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ഓരോരുത്തരുടെയും ഗുഡ് പോയിന്റ്സ് എന്തൊക്കെയാണ്, ഓരോരുത്തരും മറന്നുപോയത് അല്ലെങ്കിൽ തെറ്റായിട്ട് വരുത്തിയത്, ഓരോരുത്തരും അവരവരുടെ റോളിനെ എത്രമാത്രം ആത്മാർത്ഥതയോടെ കൂടി ഹാൻഡിൽ ചെയ്തു അല്ലെങ്കിൽ ഇഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്തു, ഇത്രയും കാര്യങ്ങളായിരിക്കും ആ ഒരു ഡിസ്കഷനിൽ നമ്മൾ ചർച്ച ചെയ്യുക. സോ ദിസ് ഈസ് അബൌട്ട് ദ ഓഡിയൻസ് ഒബ്സർവേഴ്സ്. The next is the role-playing scene. So the role-playing scene might be played by a different people so that there might be a comparison of behaviors of different people. So ഡിസ്കഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഒമിഷൻസും ഗുഡ് പോയിന്റ്സും ഒക്കെ തിരിച്ചറിയും. കുറേ ഒമിഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഒരു റോൾ പ്ലേ വീണ്ടും ഒന്ന് എനാക്ട് ചെയ്യാം. സെയിം സിറ്റുവേഷനിൽ വേറെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ വേറെ ആൾക്കാരെ ആ ഒരു ക്യാരക്ടറിൻ്റെ റോള് എനാക്ട് ചെയ്യാനായിട്ട് ക്ഷണിക്കാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് പുതിയ പ്രോബ്ലംസ് അല്ലെങ്കിൽ പുതിയ ആ ഒരു കൺക്ലൂഷൻസ് ഒക്കെ ഡ്രോ ഔട്ട് ചെയ്യാനായിട്ട് വരും. So we may enact the role play using different people in order to come across different solutions, different possible solutions. And the last thing is summarizing. So once the role play is over, the leader has to sum up with the group the chief points or principles which have come out in role playing and the comments of the observers which follows. The comments on the specific problem should be related back to more general problem under consideration. So ഈ ഒരു റോൾ പ്ലേ കഴിഞ്ഞ് കഴിയുമ്പോൾ the group leader has to summarize the whole event. ഈ ഒരു റോൾ പ്ലേയിൽ കൂടെ ഇവോൾവ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കൺക്ലൂഷൻസ് ഇതൊക്കെ എന്താണ് എന്ന് ആള് ഒന്ന് സമ്മറൈസ് ചെയ്യണം. അതിനൊപ്പം തന്നെ ഒബ്സർവേഴ്സ് പറഞ്ഞ കമൻസും കൂടി ആള് ഒന്ന് സമ്മറൈസ് ചെയ്യണം. ഇവിടെ കമൻസ് പറയുമ്പോൾ ചിലപ്പോൾ ഒബ്സർവേഴ്സ് ഒരു സ്പെസിഫിക് പ്രോബ്ലം ആയിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അതിനെ കൂടുതൽ ഒന്ന് ജനറലൈസ് ചെയ്ത് പറയാനായിട്ട് ഗ്രൂപ്പ് ലീഡർ ശ്രദ്ധിക്കണം. So that was about the different steps in role play. ആദ്യം മുതൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. The first step was selecting a problem for role play. The next step was setting up the role playing scene, getting underway in role playing, the part the group plays, cutting the role play. After cutting the role play, the audience observers, the role playing scene is reenacted, and finally summarizing the role play. Coming to the advantages of role play. If role play is used as a teaching strategy, the teacher has a number of advantages like note the individual student needs by observing and analyzing her needs in a simulated real life situation. സോ ഒരു ക്യാരക്ടറായിട്ട് ഒരു കുട്ടി ആക്ട് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ ഇൻഡിവിജ്വൽ നീഡ്സ് എന്തൊക്കെയാണ് എന്ന് ടീച്ചർക്ക് മനസ്സിലാക്കാനും അതിനെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ടും പറ്റും.
അസിസ്റ്റ് ദ സ്റ്റുഡൻറ് ഇൻ മീറ്റിംഗ് ഓൺ നീഡ്സ്. സോ കുട്ടികൾക്ക് സ്വയം നീഡ്സ് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെ മീറ്റപ്പ് ചെയ്യാനായിട്ട് സഹായിക്കാം.